അസ്സലാമലൈക്കും. 15 വർഷത്തോളം സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് പലതവണ മദീന സന്ദർശിച്ചിരുന്നെങ്കിലും പരിശുദ്ധ ഹറം, റൗള ഷരീഫ് എന്നിവിടങ്ങളിലാണ് പോവാറുണ്ടായിരുന്നത്. ഉമ്മമാരുടെ കൂടെ ഉഹുദും മസ്ജിദുൽ ഖുബ എന്നിവയും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മദീനയിലെത്തി ഇസ്ലാമിക ചരിത്രവുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായും ബന്ധപ്പെട്ടു കിടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായി. ഇത്തവണ മദീനയിൽ 3 ദിവസം തങ്ങാമെന്ന പ്ലാനോടുകൂടി ജിദ്ദയിൽ നിന്നും ഹൈസ്പീഡ് മെട്രോയിലാണ് മദീനയിലേക്ക് പുറപ്പെട്ടത്. സാധാരണ ബസ്സിൽ പോവുകയാണെങ്കിൽ 4-4.5 മണിക്കൂർ എടുക്കും. ഇത് പുലർച്ചെ 2 മണിയോടുകൂടി 1.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മദീനയിലെത്തി. റൂമിൽ പോയി ഒന്ന് ഫ്രഷായി സുബഹിക്ക് മുമ്പേ മസ്ജിദുൽ ഹറാമിലെത്തി. ഡിസംബറിലെ വിൻ്റർ വെക്കേഷൻ ആരംഭിച്ചതുകൊണ്ട് തന്നെ മദീനയിലൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. നമസ്കാരവും പ്രാർത്ഥനയുമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. കാലത്തിനനുസരിച്ച് മദീനയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹറം ബാക്ക്ഗ്രൗണ്ട് വരും വിധത്തിൽ ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കയറി ഒരു ഫോട്ടോ എടുത്തു. പല രാജ്യങ്ങളുടെയും ഫുഡുകൾ ലഭ്യമാകുന്ന സ്റ്റാളുകൾ ഒരു വശത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഫുഡ് വാങ്ങി കഴിക്കാൻ വിശാലമായ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാവും പകലുമില്ലാതെ പുതിയ പ്രൊജക്റ്റുകളുടെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും വലിയ മാറ്റങ്ങൾ കാണാമെന്നുള്ള ഹസ്ബൻഡ് ഓർമ്മപ്പെടുത്തൽ. പിറ്റേ ദിവസം ശനിയാഴ്ച ഞങ്ങൾ ഇസ്ലാമിക ചരിത്ര പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഒരു ഗൈഡിൻ്റെ സഹായത്തോടെ പുറപ്പെട്ടു. ഉഹുദ് യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് ആദ്യ യാത്ര. ഹിജ്റ 3-ാം വർഷം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ മദീനയിലെ മുസ്ലിം സമൂഹവും അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മക്കയിലെ ഖുറൈശികളും തമ്മിൽ നടന്ന യുദ്ധമാണ് ഉഹുദ് യുദ്ധം. പിന്നിൽ നിന്നുള്ള ആക്രമണം തടയാനായി കുറച്ച് അമ്പെയ്ത്തുകാരെ ഉഹുദ് മലയുടെ മുകളിൽ വിന്യസിച്ചു. എന്തുവന്നാലും താഴെ ഇറങ്ങരുതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. തുടക്കത്തിൽ മുസ്ലിങ്ങൾക്കായിരുന്നു ജയം. ഖുറൈശി സൈന്യം പിൻവാങ്ങി തുടങ്ങി. മലമുകളിൽ നിർത്തിയിരുന്ന സൈന്യത്തിൽ ഭൂരിഭാഗവും യുദ്ധം ജയിച്ചു എന്ന നിലയിൽ താഴേക്കിറങ്ങി. ഇതുകണ്ട ശത്രു സൈന്യത്തിന്റെ പടത്തലവൻ ഖാലിദ് ബിനുൽ വലീദും സംഘവും മലമുകളിലൂടെ വീണ്ടും ആക്രമിച്ചു. മുസ്ലിം സൈന്യം ഛിന്ന ഭിന്നമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻവശത്തെ പല്ലുകൾ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നബി കൊല്ലപ്പെട്ടു എന്ന് കിംവദന്തിയുണ്ടായി. നബിയുടെ എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വഹ്ശി അതിക്രൂരമായി കൊലപ്പെടുത്തി മയ്യത്ത് വികൃതമാക്കി. നബിയെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ച് ഈയൊരു ഗുഹയിലാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടേക്ക് കയറുമ്പോൾ കൈവച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയൽ കാണുന്നത്. ഞങ്ങളും അതിനകത്തേക്ക് കയറി. കുറച്ചൊരു പ്രയാസമുണ്ട് കയറാൻ. ശരിക്കും അവിടെ കയറിയപ്പോഴേ എനിക്ക് എൻ്റെ ഉമ്മയെയാണ് ഓർമ്മ വന്നത്. ഉമ്മാനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒരുപാട് ഇസ്ലാമിക ചരിത്രങ്ങൾ ഞാൻ ഉമ്മയിൽ നിന്നാണ് കേട്ടതും അറിഞ്ഞതും. അതുപോലെ ളുഹ്റും അസറും നമസ്കാരം ഒന്നിച്ച് നബി ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് നിസ്കരിച്ചത് നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ. ഇതെല്ലാം വിവരിക്കുന്നതും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ ഖന്തക് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് പോയത്. മദീനയിലെ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുന്നൊരുക്കങ്ങളുമായി വന്ന ഖുറൈശികളും ജൂതരും മറ്റു ചില ഗോത്രങ്ങളും അടങ്ങിയ സഖ്യത്തെ മുസ്ലിങ്ങൾ ട്രെഞ്ച് അഥവാ കിടങ്ങ് കുഴിച്ചു നേരിട്ട യുദ്ധമാണ് ഖന്തക്. 17 ദിവസങ്ങൾ നീണ്ടുനിന്ന ശക്തമായ ഉപരോധം മൂലം ശക്തമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും ഒടുവിൽ മുസ്ലിങ്ങൾക്ക് തന്നെയായിരുന്നു വിജയം. ഈ കാണുന്ന ഈ റോഡുണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു ഖന്തക് കിടങ്ങുണ്ടായിരുന്നത്. 3 കിലോമീറ്റർ നീളവും ഒരു കുതിരക്കോ ഒട്ടകത്തിനോ ചാടിക്കടക്കാൻ പറ്റാത്തത്ര വീതിയുമായിരുന്നു കിടങ്ങിനുണ്ടായിരുന്നത്. അറബികൾക്ക് പരിചയമില്ലാത്ത കിടങ്ങിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ പേർഷ്യക്കാരനായിരുന്ന സൽമാൻ ബിനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു.
കടുത്ത ഉപരോധം മൂലം ഒന്നിച്ചു നമസ്കരിക്കാൻ മുസ്ലിങ്ങൾക്കാവുമായിരുന്നില്ല. അങ്ങനെ ഓരോ സഹാബാക്കളുടെ നേതൃത്വത്തിലും ചെറു സംഘങ്ങളായിട്ടാണ് നിസ്കരിച്ചിരുന്നത്. അങ്ങനെ സൽമാൻ ഇബ്നുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നിസ്കരിച്ചിടത്തുള്ള പള്ളിയാണ് ഇത് സൽമാൻ ഇബ്നുൽ ഫാരിസിൻ്റെ പള്ളി എന്നറിയപ്പെടുന്നത്. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, അവരുടെ 3 പള്ളികളും ഒന്നിച്ചു ചേർത്തതാണ് ഈ കാണുന്ന പള്ളി. ഖന്തക് യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബാക്കളുടെ മക്ബറയാണ് ഈ കാണുന്നത്. പിന്നീട് യുദ്ധവിജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച പള്ളിയാണിത്, മസ്ജിദുൽ ഫത്തഹ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ഞങ്ങൾ പോയത് ഇതിന് നേരെ അപ്പുറത്തുള്ള ഒരു മലമുകളിലേക്കായിരുന്നു. ഒരുപാട് നാളുകൾ നീണ്ട ഉപരോധ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മലമുകളിലായിരുന്നു വന്നിരുന്നത്. അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിക്ക് വഹി ഇറങ്ങുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 റക്അത്ത് ഇവിടെ നിസ്കരിച്ചു എന്നും പറയപ്പെടുന്നു. അതിൻ്റെ ഒരുപാട് ഉയരത്തിലാണ് ഇതുള്ളത്, കയറാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അങ്ങനെ ആ ഒരു ഏരിയയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ഇറങ്ങി, അങ്ങനെ ഒരു ശീതക്കാറ്റ് വീശി, അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് സഹായം കിട്ടി, ശത്രുക്കൾ ഛിന്ന ഭിന്നമായി എന്നൊക്കെയാണ് ചരിത്രത്തിലുള്ളത്. അവിടെ നിന്നും ഞങ്ങൾ പോയി. അങ്ങനെ ഈ കാണുന്ന ഈ വീഡിയോയിലുള്ളത് ഫാത്തിമ റളിയല്ലാഹു അൻഹയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരുടെ കുട്ടിക്കാലത്തെ വീടാണ്. ഈ കാണുന്നത് തുർക്കി ഭരണകാലത്ത് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. ഇന്നും അതേപോലെ നിലനിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ ത്വലൽ ബദ്റു അലൈന എന്ന് പാടി നബിയെ സ്വീകരിച്ച ആ ഒരു സ്ഥലത്തുള്ള പള്ളിയാണിത്. നബിയെ ഇവിടെയാണ് സ്വീകരിച്ചത്. അവിടെ താമസിക്കാൻ അൻസാറുകൾ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒട്ടകം എവിടെ മുട്ടുകുത്തുന്നോ അവിടെയാണ് താമസിക്കുക എന്ന് നബി പറയുകയുണ്ടായി. പിന്നീടാണ് ഒട്ടകം മസ്ജിദുൽ ഖുബ നിൽക്കുന്നിടത്ത് മുട്ടുകുത്തി നബി അവിടെ പള്ളിയൊക്കെ നിർമ്മിച്ചത്. ഈ കാണുന്ന ഒഴിഞ്ഞ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വസൂരി ബാധിച്ചപ്പോഴേ സഹാബാക്കൾ വളരെയധികം പ്രയാസപ്പെട്ടപ്പോൾ നബി ഇവിടുത്തെ മണ്ണ് എടുത്തിട്ട് അവർക്ക് ഷിഫയാക്കി കൊടുത്തു എന്നും, അതിനുശേഷം ആളുകൾ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മണ്ണ് വാരി കൊണ്ടുപോയിട്ട് സൗദി ഗവൺമെൻറ് ഇവിടെ മണ്ണിട്ട് നികത്തി എന്നുമാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അത് അതേപോലെ ഇവിടെ ഉണ്ട്. പിന്നീട് ഞങ്ങൾ പോയത് സൽമാൻ ഇബ്നുൽ ഫാരിസിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്ന മനോഹരമായ ഒരു ഈന്തപ്പനത്തോട്ടത്തിലേക്കായിരുന്നു. സഖ്യയുദ്ധത്തിൽ മുസ്ലിം വിജയത്തിന് വഴിയൊരുക്കിയ കിടങ്ങ് യുദ്ധതന്ത്രം ആവിഷ്കരിച്ച സ്വഹാബിയായിരുന്നു സൽമാൻ ഇബ്നുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. പേർഷ്യക്കാരനായിരുന്ന സൽമാൻ ഇബ്നുൽ ഫാരിസ് അഗ്നി ആരാധകരുടെ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ച് സിറിയയിലേക്ക് പോയി. ചില പാതിരിമാരിൽ നിന്ന് ഇനിയും ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന അറിവ് ലഭിച്ച് ആ പ്രവാചകനെ കണ്ടെത്തി കൂടെ കഴിയണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ച സൽമാൻ അറേബ്യയിൽ നിന്നുള്ള കച്ചവട സംഘത്തിൻ്റെ കൂടെ ചേർന്നു. എന്നാൽ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട് ഒരു ജൂതൻ്റെ ഈന്തപ്പനത്തോട്ടത്തിൽ അടിമയായി യസ്രിബിൽ കഴിഞ്ഞുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മദീനയിലെത്തിയ ശേഷം യജമാനൻ അറിയാതെ സൽമാൻ ഇബ്നുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു നബി സന്നിധിയിലെത്തുകയും പാതിരിമാർ പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ പ്രവാചകനാണെന്ന് തിരിച്ചറിയുകയും നബിയിൽ വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെത്തിയ ഒരു പ്രതീതിയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ. നല്ല കോഴികളും ഓരോ ഈന്തപ്പനയുടെ അടുത്തും എത്തുന്ന ചെറിയ വെള്ളത്തിൻ്റെ നീർച്ചാലുകളും ഇതെല്ലാം വരുന്നത് അവിടെയുള്ള ഒരു വലിയൊരു കുളത്തിൽ നിന്നാണ്. വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു ഈന്തപ്പനത്തോട്ടമാണിത്. ഈ തോട്ടത്തിൻ്റെ അകത്ത് തന്നെ ഇവിടുന്ന് എടുക്കുന്ന ഈത്തപ്പഴങ്ങളും അതുപോലെ പുറത്തുനിന്ന് വരുന്നതും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു വിൽപ്പന കേന്ദ്രമുണ്ട്. നമ്മൾ അവിടെ കയറി നല്ല ഫ്രഷ് ഈത്തപ്പഴം എല്ലാം വാങ്ങി ഒരുപാട് സമയം ഈ തോട്ടത്തിൽ കഴിച്ചുകൂട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നീട് മടങ്ങിയത്. പിന്നീട് ഞങ്ങൾ പോയത് മസ്ജിദുൽ ഖിബ്ലത്തൈനിയിലേക്കായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ആദ്യകാലത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു തിരിഞ്ഞു നിന്നിരുന്നത് നിസ്കാര സമയത്ത്.
നബിക്ക് വളരെ ആഗ്രഹമായിരുന്നു കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ. അങ്ങനെ ഒരു നിസ്കാരത്തിൽ തന്നെ പകുതിയായപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വരികയും കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് മസ്ജിദുൽ കിബ്ലത്തൈനി എന്നുള്ള പേര് വന്നത്. അവിടെ കയറി 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചിരുന്ന സ്ഥലം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. രാത്രി വൈകി ഞങ്ങൾ മദീനയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ബസ്സിലാണ് യാത്ര തിരിച്ചത്. അങ്ങനെ വഴിയിലാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം സന്ദർശിച്ചത്. ഈ ഒരു മതിൽക്കെട്ടിനുള്ളിൽ, കോമ്പൗണ്ടിനുള്ളിലാണ് ബദർ യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളെ ഖബറടക്കിയിരിക്കുന്നത്. അവിടെ ഇറങ്ങി ശുഹദാക്കൾക്ക് സലാം ചൊല്ലി പിന്നീട് ഞങ്ങൾ തിരിച്ച് ജിദ്ദയിലേക്ക് യാത്ര ആരംഭിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഈ ഒരു യാത്രയിൽ സാധിച്ചു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സർവസ്തുതിയും.